ഗൗരിയമ്മയ്ക്കെതിരായ മോശം പരാമർശത്തിൽ PC ജോർജിന് നിയമസഭയുടെ താക്കീത്. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം സഭ ശബ്ദ വോട്ടോടെ പാസാക്കി. നടപ്പാക്കിയത് 2013 എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനമെന്നും ഇതിലെ രാഷ്ട്രീയം ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്നും PC ജോർജ്. പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശകൾ ഐക്യകണ്ഠേന അംഗീകരിച്ചുകൊണ്ടാണ് PC ജോർജിനെ താക്കീത് ചെയ്യാൻ നിയമസഭ തീരുമാനിച്ചത്. സമിതിയുടെ ശുപാർശകൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവതരിപ്പിച്ച പ്രമേയം ചർച്ച കൂടാതെ ശബ്ദ വോട്ടോടെ സഭ അംഗീകരിച്ചു. PC ജോർജിന്റെ പരാമർശങ്ങൾ ന്യായീകരിക്കാനാവുന്നതല്ലെന്നും ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കരുതെന്നും സ്പീക്കർ N ശക്തൻ താക്കീത് ചെയ്തു. ബഹുമാന്യമായ പദവിക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പെരുമാറ്റം ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുവാൻ ശ്രീ PC ജോർജിനെ താക്കീത് ചെയ്യുന്നു. നിയമസഭയുടെ തീരുമാനം ആദരവോടെ അംഗീകരിക്കുന്നുവെന്നായിരുന്നു PC ജോർജിന്റെ നിയമസഭയിലെ ആദ്യ പ്രതികരണം. താൻ വീട്ടിലിരുന്ന് നടത്തിയ സൗഹൃദ സംഭാഷണം താൻ അറിയാതെ ഒരു മാധ്യമം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടതാണ്. ഇതിൽ തനിക്ക് വേദനയുണ്ട്. തനിക്കെതിരെയുള്ള നടപടിയിലൂടെ ആരാണ് അപഹാസ്യരാകുന്നതെന്ന് ജനം തീരുമാനിക്കട്ടെയെന്നും തീരുമാനം ശരിയല്ലെങ്കിലും അംഗീകരിക്കുന്നുവെന്നും PC ജോർജ് പിന്നീട് പറഞ്ഞു. ഞാൻ വളരെ ആദരവോടുകൂടി സ്വീകരിക്കുക. കാരണം ബഹുമാനപ്പെട്ട സ്പീക്കർ, മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനം ഒരു വിധത്തിലും നിയമത്തിൻ്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗൗരിയമ്മ പറഞ്ഞ പച്ച നുണയായിരുന്നു, കളവാണ്. ഞാൻ അതിൽ പറഞ്ഞ ആകപ്പാടെ പറഞ്ഞു എന്താ, ഞാൻ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. ശരിയാണ്, ഞാൻ കള്ളത്തിനൊന്നും പറയാൻ തയ്യാറില്ല. പക്ഷേ എൻ്റെ പെരയ്ക്കകത്താണ്. അതിന് നിയമസഭാ കമ്മിറ്റിക്ക് എന്താ കാര്യം വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം, പക്ഷേ ഞാൻ ചോദിക്കുകയല്ല. തൻ്റെ സംസാര ശൈലി മാറ്റില്ലെന്നും PC ജോർജ് ആവർത്തിച്ചു. 2013 TV തോമസ്, KR ഗൗരിയമ്മ, R ബാലകൃഷ്ണപിള്ള, KB ഗണേഷ് കുമാർ എന്നിവർക്കെതിരെ PC ജോർജ് നടത്തിയ പരാമർശങ്ങളാണ് നിയമസഭയുടെ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരിശോധിച്ചത്. അസഭ്യവാക്കുകൾ ചൊരിഞ്ഞ് കടുത്ത ഭാഷയിൽ PC ജോർജ് നടത്തിയ പരാമർശങ്ങൾ പെരുമാറ്റച്ചട്ടലംഘനമാണെന്ന് കാണിച്ച് കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ നോട്ടീസ് അനുസരിച്ചാണ് K മുരളീധരൻ അധ്യക്ഷനായ സമിതി വിഷയം പരിഗണിച്ചത്. സമിതിക്ക് മുന്നിൽ PC ജോർജ് നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന നിഗമനത്തിലെന്നെ തുടർന്നാണ് PC ജോർജിനെ താക്കീത് ചെയ്യാൻ സമിതി ശുപാർശ ചെയ്തത്. 1999 രൂപീകരിച്ച പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ആദ്യമായാണ് ഒരു നിയമസഭാംഗം നടപടിക്ക് വിധേയനാവുന്നത്. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. ചർച്ചയിലേക്ക് വരാം. ഗൗരിയമ്മയെ അധിക്ഷേപിച്ച PC ജോർജിന് നിയമസഭയുടെ ഈ താക്കീത് മതിയോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഗവൺമെൻറ് മുൻ ചീഫ് വിപ്പ് തന്നെയായ ശ്രീ PC ജോർജ്, മുതിർന്ന മാധ്യമപ്രവർത്തകരായ ശ്രീ SR ശക്തിധരൻ, ശ്രീ P രാജൻ, KPCC മാധ്യമ വിഭാഗം അംഗം അഡ്വക്കേറ്റ് BRM ഷഫീർ, കേരള കോൺഗ്രസ് സെക്യുലർ നേതാവ് അഡ്വക്കേറ്റ് M ഭാസ്കരപിള്ള എന്നിവരാണ്. ആദ്യം SR ശക്തിധരൻ, ദീർഘകാലം നിയമസഭ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി രൂപം കൊണ്ടതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു നിയമസഭാ അംഗത്തിന് എതിരെ ഇത്തരമൊരു താക്കീതുണ്ടാകുന്നത്. ഈ നടപടിയെ ഒരു അനുഭവ സമ്പത്തുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ ഏതാണ്ട് 24-25 വർഷത്തോളം നിയമസഭ നടപടികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ലേഖകനാണ്. ഇത്തരത്തിലുള്ളൊരു സംഭവം നിയമസഭയ്ക്കകത്ത് ഇങ്ങനെ ഒരു നിയമസഭാ അംഗത്തെ താക്കീത് ചെയ്യുന്നൊരു സംഭവം എൻ്റെ അറിവിലുണ്ടായിട്ടില്ല. പലരെയും പ്രിവിലേജ് കമ്മിറ്റിയുടെ മുമ്പിൽ വിളിപ്പിക്കുകയും പലപ്പോഴും തെളിവെടുക്കുകയും കാര്യങ്ങളൊക്കെ പലതും നടന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു മറ്റേ നടപടിക്രമത്തിൻ്റെ ഭാഗമായി ഒരു നിയമസഭാ അംഗത്തെ താക്കീത് ചെയ്യുന്നൊരു സംഭവം ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഇന്ന് നിയമസഭയിൽ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെയും ഇതൊരാദ്യ സംഭവമാണ്. ഇത് തികച്ചും ദൗർഭാഗ്യകരമായൊരു കാര്യമായിരുന്നു. ഇത് അന്നുണ്ടായ കാലത്ത് തന്നെ ഇത് സംബന്ധിച്ചുള്ള വാദങ്ങളും അതുപോലെ തന്നെ അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ വന്നപ്പോൾ അതിന് ശരിയും തെറ്റും ചികഞ്ഞു നോക്കിയിട്ട് PC ജോർജിന് തന്നെ ഒരു നിഗമനത്തിൽ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ ഒരു തിരുത്തലിന് വിധേയനാകാൻ കഴിയുമായിരുന്ന ഒരു സംഭവമാണ് ഇത്രയും വലിയൊരു വിഷയമായി നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിക്കുകയും അതുപോലെ തന്നെ വളരെ നമ്മുടെ കേരള സമൂഹം അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു ഒന്നോ രണ്ടോ വ്യക്തിത്വങ്ങൾക്കെതിരായിട്ട് PC ജോർജിനെ പോലെ ഇത്രയും അനുഭവജ്ഞാനമുള്ള ഒരു നിയമസഭാ അംഗം, അതും അദ്ദേഹം നിയമസഭയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഗൗരിയമ്മയെ പോലുള്ള ഒരാളെ അപമാനകരമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചത് ശരിയായില്ല. നിലപാട് വളരെ വ്യക്തമാണ്. കേരള കോൺഗ്രസ് സെക്യുലർ നേതാവ് അഡ്വക്കേറ്റ് M ഭാസ്കരപിള്ള ആലപ്പുഴ സ്റ്റുഡിയോയിലുണ്ട്. KR ഗൗരിയമ്മയെ പോലെയുള്ള ഒരു സമുന്നത
രാഷ്ട്രീയ വ്യക്തിത്വത്തെ, രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ, അതുപോലെ തന്നെ TV തോമസിനെ പോലെയുള്ള ഒരു പരിണത പ്രജ്ഞനായിരുന്ന രാഷ്ട്രീയ നേതാവിനെ അധിക്ഷേപിക്കുന്ന, അത് സ്വകാര്യ സംഭാഷണത്തിലാകട്ടെ പൊതുമധ്യത്തിലാകട്ടെ അധിക്ഷേപിച്ച ഒരു നടപടി, ആ നടപടിക്കെതിരെയാണ് ഈ നിലപാട് ഇപ്പോൾ നിയമസഭ കൈക്കൊണ്ടിരിക്കുന്നത്. താങ്കളുടെ നേതാവെന്ന നിലയിൽ PC ജോർജിനെതിരെയുള്ള ഈ നടപടിയെ പ്രാഥമികമായി താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? PC ജോർജിനെതിരെയുള്ള ഈ നടപടി ശരിയാണെന്ന തോന്നൽ എനിക്കില്ല. അതിന് പ്രധാനമായും എനിക്ക് പറയാനുള്ള കാരണങ്ങൾ, ഒന്ന്, ഈ PC ജോർജ് ഗൗരിയമ്മയെ ആക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. ഗൗരിയമ്മയെ അത്രയും രീതിയിൽ ആക്ഷേപിച്ചോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതിനേക്കാൾ ഉപരി KR ഗൗരിയമ്മ ആ സമയത്ത് നിയമസഭാ അംഗമല്ല, ഒന്ന്. രണ്ടാമത് നിയമസഭയിൽ വെച്ച് PC ജോർജ് പറഞ്ഞ കാര്യവുമല്ല. ഭാസ്കരപിള്ള, താങ്കൾ പറയുന്നത് സാങ്കേതികമായി ശരിയാണ്. പക്ഷേ ഗൗരിയമ്മയെയും TV തോമസിനെയും നമ്മൾ കേവലമായ സാങ്കേതികത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണോ കാണേണ്ടത് എന്നൊരു വിഷയം. അതുകൊണ്ടാണല്ലോ നിയമസഭ ഒറ്റക്കെട്ടായി ഈ പ്രമേയം പാസ്സാക്കുകയും ഈ നടപടിയെ സ്വാഗതം ചെയ്യുകയും ചെയ്തത്. മാത്രവുമല്ല, ഇടതുപക്ഷ അംഗങ്ങൾ ശ്രീ ജി സുധാകരൻ, അതുപോലെ ശ്രീ സാജു പോൾ, അതുപോലെ മാത്യു ടി തോമസ് എന്നിവർ അദ്ദേഹത്തെ ഒരു നിയമസഭാ കാലത്തേക്ക് സസ്പെൻഡ് ചെയ്ത് നിർത്തണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. അല്ല, ബഹുമാനപ്പെട്ട KR ഗൗരിയമ്മയെയും ബഹുമാനപ്പെട്ട TV തോമസിനെയും ഞങ്ങളാരും കുറച്ച് കാണുന്നില്ല. അവരൊക്കെ കേരള രാഷ്ട്രീയ രംഗത്ത് വിലപ്പെട്ട നേതാക്കളായിരുന്നു. ഞങ്ങൾ കുറച്ചാരെയും കാണുന്നില്ല. പക്ഷേ ഇവിടെ അതല്ല. സാങ്കേതികമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിയമസഭാ അംഗമല്ലാത്ത KR ഗൗരിയമ്മയെക്കുറിച്ച് MLA ആയ PC ജോർജ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് നടത്തിയ സ്വകാര്യ സംഭാഷണത്തിൻ്റെ ചീളുകൾ ഇളക്കിയെടുത്തുകൊണ്ട് ഇതിനെ ഒരു കുറ്റം ആരോപിക്കത്തക്ക രീതിയിൽ ഇത് കുറ്റമായ ഒരു കാര്യമാണോ? നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട കാര്യമാണോ? അദ്ദേഹം അത് പറഞ്ഞില്ല എന്ന് പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞില്ല എന്ന് പറയുന്നില്ല. മാത്രവുമല്ല, ഇത് നിയമസഭയുടെ പ്രിവിലേജ് കമ്മിറ്റിക്ക് വിട്ടത് സാക്ഷാൽ PC ജോർജ് ചീഫ് വിപ്പായി ഇരിക്കുന്ന സമയത്ത് തന്നെയാണ്. അടുത്തൊരു ഭാസ്കരപിള്ളയുടെ ശബ്ദത്തിൽ എന്തോ സാങ്കേതിക തകരാറ് സംഭവിച്ചിരിക്കുന്നു. ഞാൻ മടങ്ങി വരാം. മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ P. രാജൻ, താങ്കൾ ഈ സംഭവത്തെ, ഇതിനെ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി നടന്നിരിക്കുന്ന ഈ സംഭവത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശ്രീ P. രാജൻ. ശ്രീ TV തോമസിനെയും ഗൗരിയമ്മയെയും പരാമർശിച്ചുകൊണ്ട് ശ്രീ ജോർജ് നടത്തിയ ആ പ്രസ്താവന തീർത്തും അനുചിതമാണ്, അത് അസഭ്യമാണ് എന്ന് തന്നെ പറയാമെങ്കിലും ഭാസ്കരപിള്ള പറഞ്ഞതിൽ വളരെ ന്യായമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. രഹസ്യമായി ഒരു ചാനൽ റെക്കോർഡ് ചെയ്ത് അത് പ്രക്ഷേപണം ചെയ്ത് അത് നിയമസഭയുടെ കമ്മിറ്റിയിൽ കൊണ്ടുവന്ന് പ്രമേയം പാസ്സാക്കുന്നത് തെറ്റായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കും. നിങ്ങൾ ഏത് കാര്യത്തിലാണ് അസഭ്യം എന്ന് പറഞ്ഞാൽ അത് ഡെഫമേഷൻ കേസായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഏതൊക്കെയാണെന്നുള്ളത് അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ കോടതി ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാൻ ഇടയാക്കും. ഇവിടെ പ്രസ് കൗൺസിൽ ചെയർമാനായ പക്ഷേ ശ്രീ P. രാജൻ, താങ്കൾ അത് പറയുമ്പോഴും അഡ്വക്കേറ്റ് ഭാസ്കരപിള്ളയുടെ വാദഗതിയെ താങ്കൾ അംഗീകരിക്കുമ്പോഴും ഇത് നൽകുന്നത് പൊതുപ്രവർത്തകർ, പ്രത്യേകിച്ച് MLA-മാർ പൊതുസമൂഹത്തിൽ പാലിക്കേണ്ടതായ ചില പൊതു തത്വങ്ങളിലേക്ക് ഈ താക്കീത് വെളിച്ചം വീശുന്നു എന്നുണ്ട്. ആ വശം താങ്കൾ എന്തുകൊണ്ട് കാണുന്നില്ല? താങ്കളെ പോലെയുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ഞാൻ ആ വശം കാണാതെയല്ല, അത് വ്യക്തികൾ നിയന്ത്രിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു വ്യക്തി വൈകാരികമായി എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തിയെന്ന് പറഞ്ഞ് സഭയിൽ അത് കൊണ്ടുവന്ന് താക്കീത് ചെയ്യുക, സഭയിൽ നടക്കാത്ത ഒരു കാര്യത്തിനെ എന്നുള്ളത് വളരെ ദൂരവ്യാപകമായ കുഴപ്പമുണ്ടാക്കുന്നതാണ്. കാരണം ബ്രിട്ടീഷ് കീഴ്വഴക്കങ്ങളുടെ രീതി പിടിച്ചുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ഹൻസാർഡ് കമ്മിറ്റി സഭയിൽ പറഞ്ഞാൽ തന്നെ, ഇപ്പോൾ ഇന്ന് സ്പീക്കറുടെ റൂളിംഗ് ഇതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ വായിക്കണം. സ്പീക്കറുടെ റൂളിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, സഭയിൽ പറഞ്ഞ കാര്യം രേഖകളിൽ കാണില്ല എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള കീഴ്വഴക്കാണ് ഇന്ത്യയിൽ പാലിക്കുന്നത്. പക്ഷേ ബ്രിട്ടീഷ് കീഴ്വഴക്കത്തിൽ ഹൻസാർഡ് റിപ്പോർട്ടിൽ പറഞ്ഞത് തന്നെ എന്നാണ്. പിന്നെ എടുത്ത് മാറ്റാൻ പറഞ്ഞു എന്നാൽ അത് വീണ്ടും എഴുതാന്നേ ഉള്ളൂ, അല്ലാണ്ട് അങ്ങനെ അധികാരമില്ല.
അതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പുറത്തു പറയുന്ന കാര്യങ്ങൾ അതും രഹസ്യമായ ഒരു ക്യാമറയിൽ എടുത്ത് വെച്ച് പറയുന്നത് ഒരു സഭയുടെ സമയം വേസ്റ്റാക്കുന്ന പരിപാടിയാണ്. ആ വ്യക്തിയുടെ തന്നെ എത്തിക്സിൽ വിട്ടുകൊടുക്കുകയാണ് അത് നല്ലത് എന്നല്ലാതെ അതെല്ലാം കൈകാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടങ്ങി വരാം. KPCC മാധ്യമ വിഭാഗം മീഡിയ സെൽ അംഗം അഡ്വക്കേറ്റ് BRM ഷഫീർ, താങ്കൾ UDF-ന്റെ ഭാഗത്തു നിന്ന് ഈ നടപടിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് ഉറപ്പാണ്. പക്ഷേ ഇവിടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ P. രാജനും കേരള കോൺഗ്രസ് സെക്യുലർ വിഭാഗം നേതാവ് അഡ്വക്കേറ്റ് M. ഭാസ്കരപിള്ളയും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, നിയമസഭയ്ക്ക് പുറത്ത് നടന്ന ഒരു കാര്യത്തിന്മേൽ എന്തിന് നിയമസഭ ഇത്തരത്തിൽ എത്തിക്സ് കമ്മിറ്റി കൂടി അതിലൊരു താക്കീത് നൽകണം എന്നൊരു ചോദ്യം. ഇവിടെ ബഹുമാനായ ശ്രീ ഭാസ്കരപിള്ള PC ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ നിലവിലുള്ള പാർട്ടിയുടെ നിലവിൽ സാങ്കേതികമായി മാണി കോൺഗ്രസിലാണെങ്കിലും പുറത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവാണല്ലോ ശ്രീ ഭാസ്കരപിള്ള. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോട് കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത്. ഞങ്ങൾക്ക് ഇതിനകത്ത് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. PC ജോർജ് തന്നെ പറഞ്ഞു, എൻ്റെ ഭാഗത്ത് ഞാൻ അസഭ്യം പറഞ്ഞു കഴിഞ്ഞു. ഗൗരിയമ്മയെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇതുതന്നെയാണ് കേരളത്തിലെ സമുന്നതയായ ഒരു രാഷ്ട്രീയ വ്യക്തിത്വം. കേരളത്തിൻ്റെ ചരിത്രത്തിലെ 1950 മുതൽ 70 വരെയുള്ള ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ശ്രീമതി ഗൗരിയമ്മയെ സംബന്ധിച്ചിടത്തോളം പുറത്ത് പറയാമോ? അതാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ നേരത്തെ മാധ്യമപ്രവർത്തകൻ രാജൻ സാർ പറഞ്ഞതുപോലെ ഇതിനകത്ത് വളരെ വ്യക്തമായ ഒരു കാര്യം നോക്കേണ്ടതുണ്ട്. ശ്രീ PC ജോർജിൻ്റെ ഇരട്ട വ്യക്തിത്വമല്ലേ ഇവിടെ പുറത്താവുന്നത്? പുറമേ നടന്ന സംസ്കാരം പറയുക, പൊതു അവബോധത്തെക്കുറിച്ച് സംസാരിക്കുക, എന്നിട്ട് രഹസ്യമായി വീട്ടിനകത്തിരുന്ന് ക്യാമറ ഇല്ല എന്നുള്ള ധാരണയിൽ ആരെക്കുറിച്ചും എന്തും പറയുക. KR ഗൗരിയമ്മയെയും TV തോമസിനെ സംബന്ധിച്ച് വളരെ മോശകരമായി മ്ലേച്ഛകരമായി അൺപാർലമെൻ്ററിയായി സംസാരിക്കുക. ഇതെല്ലാം വ്യക്തമാക്കുന്നത് PC ജോർജിൻ്റെ ഇരട്ട വ്യക്തിത്വമാണ്. ഇതുകൊണ്ടെങ്കിലും സംസ്കാരപരമായി PC ജോർജ് ഇനിയെങ്കിലും പാഠം പഠിക്കണമെന്നാണ് KPCCക്കും ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിനും പറയുന്നത്. പിന്നെ ഇവിടുത്തെ സാങ്കേതികമായ നടപടി, ഇത് പുറത്ത് നടത്തിയ ഒരു പരാമർശത്തെ സംബന്ധിച്ച് നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യാമോ? അത് എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കേണ്ട വിഷയമാണ്. ഇതിനകത്ത് നിയമസഭയും മുഖ്യമന്ത്രിയുടെ പ്രമേയത്തിൽ നിയമസഭയുടെ സ്പീക്കർ എടുത്ത തീരുമാനം അന്തിമമാണ്. ഇത് കുറച്ചുകൂടി നേരത്തെ ആവേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. PC ജോർജ് എല്ലാ കാലത്തും ആർക്കെതിരെയും യാതൊരു തെളിവുമില്ലാതെ ഒരുതരം ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം, സംസ്കാരശൂന്യമായ രാഷ്ട്രീയം, ഈ പ്രവർത്തനങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. ഇത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുമ്പോൾ പോലും ഇങ്ങനെയുള്ള ആരെ വേണോ വിമർശിക്കാമല്ലോ, ജനാധിപത്യത്തിൽ ആരെ വേണോ വിമർശിക്കാം. പക്ഷേ വിമർശിക്കുന്നത് തെറ്റില്ല. പക്ഷേ വിമർശിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ, ആ ഭാഷയുടെ സംസ്കാരം, അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് ഷഫീർ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട അഡ്വക്കേറ്റ് ഷഫീർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൊതുപ്രവർത്തകർ, പ്രത്യേകിച്ച് MLA-മാർ, നിയമസഭയിൽ അംഗമായിരിക്കുന്നവർ, അത് നിയമസഭയ്ക്കകത്താകട്ടെ പുറത്താകട്ടെ പ്രയോഗിക്കുന്ന വാക്കുകൾ, വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ പാലിക്കേണ്ട ചില മിതത്വം ശ്രീ SR ശക്തിധരൻ അത് അടിവരയിടുകയാണ് ഈ സംഭവത്തിലൂടെ. നിയമസഭ അത്തരത്തിൽ ഒരു സന്ദേശം പൊതുപ്രവർത്തകർക്കാകമാനം നൽകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായും അതിനോട് യോജിക്കുകയാണ്. എൻ്റെ സുഹൃത്ത്, ദീർഘകാലം എൻ്റെ സുഹൃത്തായിരുന്ന ആളാണ്, ഇപ്പോഴും സുഹൃത്താണ് രാജനെപ്പോലുള്ള ഒരു നമ്മുടെ സമൂഹത്തിൽ ഇവ കാര്യങ്ങളെ സംബന്ധിച്ച് നിയമപരമായി പോലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിവുള്ള ഒരാൾ ഇത്തരത്തിലുള്ളൊരു അഭിപ്രായം പ്രകടിപ്പിച്ചത് സാങ്കേതികമായാണ് ആ കാര്യങ്ങൾ പറഞ്ഞതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും ഈ രണ്ട് മഹത് വ്യക്തിത്വങ്ങളെ സംബന്ധിച്ച് PC ജോർജിനെ പോലെ ഉത്തരവാദപ്പെട്ടൊരു ജനപ്രതിനിധി പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളൊന്നുമല്ല അദ്ദേഹം പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ രാജൻ പരിശോധിച്ചത് ഇതിങ്ങനെ സഭയ്ക്ക് വെളിയിൽ അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്തുണ്ടായ ഒരു കാര്യം ഇങ്ങനെ സഭയ്ക്കകത്ത് ചർച്ച ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനിയും നമ്മുടെ ഭാവിയിൽ നമ്മുടെ രാജ്യത്ത് ഇത്തരം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരം അൺപാർലമെൻ്ററി ആയിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്ന സംസ്കാരശൂന്യമായ പദപ്രയോഗങ്ങൾ കൊണ്ട് നേതാക്കന്മാരെയും ബഹുമാന്യ വ്യക്തിത്വങ്ങളെയും എല്ലാം അധിക്ഷേപിക്കുന്ന ആളുകൾ അവർ പുറത്തൊന്ന് കാണിക്കുകയും അകത്ത് വേറൊന്ന് പറയുകയും ചെയ്യുന്ന സ്വഭാവമാണ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എൻ്റെ സുഹൃത്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അത്തരത്തിലുള്ള സ്വഭാവം വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്കുള്ള ഒരു നല്ല താക്കീതായി തന്നെ ഇത് മാറണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഏതായാലും കേരള നിയമസഭ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എത്തിക്സ് കമ്മിറ്റി ഇത് വെറുതെ ഒരു പ്രമേയം കൊണ്ടുവന്ന് മാത്രം എടുത്തതല്ലോ. അതായത് എത്തിക്സ് കമ്മിറ്റി പരിശോധിച്ച് അത് സംബന്ധിച്ചുള്ള തെളിവെടുപ്പ് നടത്തി ആളുകളെ വിളിച്ച് മെമ്പർമാരെ വിളിച്ച് വിശദീകരണം തേടിയൊക്കെ ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന് നമുക്ക് അങ്ങനെ വെറും ഒരു ചവറുകൊട്ടയിലേക്ക് എടുത്ത് വലിച്ച് എറിയാൻ കഴിയുന്ന റിപ്പോർട്ടല്ലത്. വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഈ രാജ്യത്തിൻ്റെ സാംസ്കാരിക നിലവാരത്തിന്, ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിന് അനുയോജ്യമായ രീതിയിൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് അത് അംഗീകരിക്കുക എന്നുള്ളത് കേരള നിയമസഭയുടെ അന്തസ്സ് ഉയർത്തിയെന്നാണ് ഞാൻ പറയുന്നത്. ഗൗരിയമ്മയെ അധിക്ഷേപിച്ച PC ജോർജിന് താക്കീത് മാത്രം മതിയോ എന്ന ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് M. ഭാസ്കരപിള്ള, താങ്കൾ
നേരത്തെ നിർത്തിയ കാര്യം, അതായത് സാങ്കേതികമായി തന്നെ താങ്കൾ എടുക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ നിയമസഭയ്ക്കുള്ളിൽ ശ്രീ പി.സി. ജോർജ് പറഞ്ഞു ഞാൻ ഇതിനെ തലകുനിച്ച് ഈ നിയമസഭയുടെ ഈ തീരുമാനത്തെ അംഗീകരിക്കുന്നു. പക്ഷേ സഭയ്ക്ക് പുറത്ത് വന്ന് അദ്ദേഹം അതിനെതിരെയുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. ഇവിടെയാണ് KPCCയുടെ മാധ്യമ വിഭാഗം അംഗം അഡ്വക്കേറ്റ് BRM ഷഫീർ പറഞ്ഞത് ഈ ഇരട്ട വ്യക്തിത്വം എന്ന്. പൊതുപ്രവർത്തകർ കുറച്ചുകൂടി മിതത്വം ഇത്തരം കാര്യങ്ങളിൽ പാലിക്കേണ്ടതല്ലേ? സത്യസന്ധത, ആത്മാർത്ഥത. ഒരുപക്ഷെ പി.സി. ജോർജ് ഇത്തരത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നു എന്നത് യാഥാർത്ഥ്യമല്ലേ? ഇന്നത്തെ തീരുമാനം ഞാൻ ആദരവോടുകൂടി അംഗീകരിക്കുന്നു എന്ന് പി.സി. ജോർജ് പറഞ്ഞത് നിയമസഭാ കമ്മിറ്റികളുടെ ശക്തി വർദ്ധിപ്പിക്കണം എന്ന് എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ള ഒരു MLA ആണ് പി.സി. ജോർജ്. അതുകൊണ്ട് നിയമസഭയിൽ ഉണ്ടാകുന്ന ഒരെണ്ണം അത് തെറ്റാകട്ടെ ശരിയാകട്ടെ അതിൻ്റെ ശക്തിക്ക് കുറവ് വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇനി അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ ആദരവാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗൗരിയമ്മയെ അധിക്ഷേപിച്ച സാഹചര്യം എന്താണെന്നുകൂടി നമ്മൾ ആലോചിക്കണം. പി.സി. ജോർജിനെക്കുറിച്ച് ഇല്ലാത്ത വചനങ്ങൾ ആവശ്യമതല്ലാതെ പറഞ്ഞൊരവസരത്തിൽ പി.സി. ജോർജിൻ്റെ മനസ്സിൽ വന്നൊരു പ്രതികരണമായിട്ട് വേണം നമ്മളിതിനെ കാണാൻ. ആ പ്രതികരണമായിട്ട് കാണുന്നതും പൊതുസ്ഥലത്ത് വെച്ചോ പബ്ലിക് പ്ലേസിൽ വെച്ചോ അസംബ്ലിയിൽ വെച്ചോ ഒന്നുമല്ല പി.സി. ജോർജ് അത് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യമാണ്. അതിനെ നിയമസഭ എത്തിക്സ് കമ്മിറ്റി ഇതേ രീതിയിൽ ചിത്രീകരിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് മാത്രമല്ല, അത് പൊതുജനങ്ങൾ അറിയുന്നത് കൊണ്ടാണ് സർ, അത് പൊതുജനങ്ങൾ അറിയുന്നത് കൊണ്ടാണ്. കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന K. മുരളീധരൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവായ സോണിയാഗാന്ധിയെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ള കാര്യം ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. അദ്ദേഹമാണ് എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാൻ. അത് മാത്രമല്ല, അത്തരം കാര്യങ്ങൾ ദയവായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സന്ദർഭം അല്ല ഇത്. നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന കാര്യമാണ്. പി.സി. ജോർജിനെതിരെയുള്ള ഒരു ആക്ഷേപമായിട്ട് മാത്രമാണ് ഈ കമ്മിറ്റി എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്നലെ അസംബ്ലിയിൽ ബഹുമാനപ്പെട്ട ഒരു വനിതാ മെമ്പറെ ഇരിക്കടി എന്ന് പറഞ്ഞതിനെക്കുറിച്ച് അസംബ്ലിയിൽ വേറെ പരാമർശമൊന്നും വന്നില്ലല്ലോ? അവിടെ എത്തിക്സ് ഒന്നും വന്നില്ലേ? ഈ കമ്മിറ്റി അവിടെ ഉണ്ടല്ലോ. അവരെക്കുറിച്ച് തീരുമാനം എടുത്തായിട്ടോ അവിടെ എന്തെങ്കിലും സൂചന നൽകിയതായിട്ടോ നമുക്കറിയാൻ കഴിയുന്നില്ല. തീർച്ചയായും ചില കാര്യങ്ങളുണ്ട്. ശ്രീ പി രാജൻ ചില കാര്യങ്ങളിൽ, ചില നടപടികളിൽ എത്തിക്സ് ഇല്ല എന്നാണ് ചൂണ്ടിക്കാണിച്ചതിൻ്റെ അർത്ഥം. അതായത് പി.സി. ജോർജിനൊരു നീതി, മറ്റുള്ളവർക്ക് വേറെ നീതി, അതും ഒരു എത്തിക്സ് ഇല്ലായ്മയാണ് എന്നാണ് പൊതുവായി നമ്മൾ എത്തിച്ചേരുന്ന ഒരു കാഴ്ചപ്പാട്. പൊതുപ്രവർത്തകർ നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും പാലിക്കേണ്ട മിതത്വം അത് വളരെ പ്രധാനമാണ് എന്നല്ലേ? അല്ല, താങ്കളുടെ ചോദ്യം ശരിയല്ല. ഇപ്പോൾ എന്നെ പറ്റിയിട്ട് ആണ് പി.സി. ജോർജ് പറഞ്ഞതെന്ന് വിചാരിക്കുക, എനിക്കെന്താ പരിരക്ഷ? കോടതി പോയി മാത്രമല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ ഗൗരിയമ്മയ്ക്കും TV തോമസിനും പരിരക്ഷയുള്ളൂ. അവരിപ്പോൾ മെമ്പർമാരല്ല. ഭാസ്കർ പിള്ളയെ പറ്റിയോ എന്നെ പറ്റിയോ പറഞ്ഞാൽ എനിക്കെന്താ പരിരക്ഷയുള്ളത്? കോടതി പോയി മാനനഷ്ട കേസ് കൊടുക്കാനേ നിവൃത്തിയുള്ളൂ. അതല്ലാതെ പ്രത്യേകം ഒരു പ്രിവിലേജ് ഉള്ളതുപോലെ തന്നെ പ്രത്യേകം ഒരാൾ ശിക്ഷിക്കുവരുത്. പി.സി. ജോർജിനെ ഇവിടെ പ്രത്യേകം ശിക്ഷിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. പി.സി. ജോർജ് മുമ്പ് നേതാക്കന്മാരായിരുന്നവരും MLA-മാരായിരുന്ന ആളെക്കുറിച്ച് അധിക്ഷേപാർഹമായ വാക്ക് പറഞ്ഞു. അത് ശരി തന്നെയാണ്. അതിന് എത്തിക്സ് കമ്മിറ്റിയും നിയമസഭയുടെ അധികാരം ഉപയോഗിച്ച് ഇടപെട്ട് തുടങ്ങിയാൽ, ഇപ്പോൾ എന്നെ പറ്റിയോ എൻ്റെ സുഹൃത്ത് ശക്തിധരനെ പറ്റിയോ ഒക്കെ ഈ രീതിയിൽ പി.സി. ജോർജ് പറഞ്ഞാൽ ഞങ്ങൾക്ക് പരിരക്ഷ എന്താ ഉള്ളത്? ഞങ്ങൾ പോയി അതേ ഉള്ളൂ. ഞാനിത് പരിരക്ഷ ഉണ്ടാവില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് നിയമസഭയിൽ ആരെങ്കിലും ഉന്നയിച്ചാൽ ഇത്തരത്തിൽ എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടുകൂടായില്ലല്ലോ. അങ്ങനെ തുടങ്ങിയ എവിടെ അവസാനിക്കും? ഇല്ല, അത് എവിടെ അവസാനിക്കും? അത്തരമൊരു സാഹചര്യം വരുമ്പോൾ പൊതുപ്രവർത്തകർ മിതത്വം പാലിക്കില്ലേ? പ്രത്യേകിച്ച് നിയമസഭാംഗങ്ങൾ. രാജ, അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കമ്മിറ്റികളൊക്കെ ആളുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിതത്വം മാറുന്നതുകൊണ്ടാണല്ലോ ഈ കമ്മിറ്റി തന്നെ വെച്ചേക്കണത്. ഇടയ്ക്കിടയ്ക്ക് മിതത്വം ഇല്ലാതെ ആകുന്നതുകൊണ്ടാണല്ലോ കമ്മിറ്റി. അതെ, ആ കമ്മിറ്റി വെച്ചിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ, ഒരു പരിഷ്കൃത രാഷ്ട്രീയ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വമല്ലേ അവർ നിറവേറ്റിയിരിക്കുന്നത്. അത് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് നിരീക്ഷണങ്ങളാണ് അത്. വളരെ പ്രധാനപ്പെട്ട KPCC മാധ്യമ വിഭാഗാംഗം അഡ്വക്കേറ്റ് BRM ഷഫീർ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം
ഉയരുന്നത് പി സി ജോർജ് തന്നെ സൂചിപ്പിച്ച കാര്യമാണ്. 2013 എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനം, അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. എത്തിക്സ് കമ്മിറ്റി കൂടാൻ ഇത്ര വൈകിയതെന്ത്? ഈ തീരുമാനം വരാൻ ഇപ്പോൾ വൈകിയതെന്ത്? ഇത് പറയുന്ന സമയത്ത് ശ്രീ പി സി ജോർജ് ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ടവനായിരുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ടവനല്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കുരിശിലേറ്റാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സമ്മർദ്ദം, അങ്ങനെയുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കേണ്ടതാണോ ഇത്തരത്തിലുള്ള എത്തിക്സ് കമ്മിറ്റി എന്നുള്ള ചോദ്യം? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതിലൊരു രാഷ്ട്രീയമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷഫീർ, രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്നൊരു ചോദ്യമില്ലേ? ബഹുമാനപ്പെട്ട ശ്രീമതി കെ.ആർ. ഗൗരിയമ്മയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരാമർശം വന്നപ്പോൾ തന്നെ ഇത് അൺപാർലമെന്ററിയാണ്, ഒരു കാരണവശാലും പാടില്ല എന്നുള്ള സമീപനം തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എടുത്തത്, കേരളത്തിലെ KPC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ എടുത്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരിയമ്മ എന്നല്ല, ഇടതുപക്ഷത്തിൻ്റെ എന്നല്ല, അല്ലെങ്കിൽ ഐക്യമുന്നണിയുടെ എന്നല്ല, രാഷ്ട്രീയ പ്രവർത്തകർ മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തനോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയുടെ അതിർവരമ്പുകൾ PC ജോർജിനെ പോലുള്ള ആളുകൾ ലംഘിക്കാൻ പാടില്ല. കേരള രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു മിതത്വമുണ്ടായിരുന്നു. PC ജോർജിനെ പോലുള്ള ആളുകൾ മീഡിയാസിലേക്ക് കടന്നു വന്നാണ് ആരെയും എന്തും പറയാം, ഏത് എക്സ്റ്റെൻഡിലും പറയാം, ആരും ചോദിക്കാനും പറയാനുമില്ല. അത് ചർച്ച ചെയ്യേണ്ട മറ്റൊരു ഗൗരവമായ വിഷയമാണ്. ഒരു പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ അത് ഗൗരവമല്ലാത്തതായിരിക്കാം. മാധ്യമങ്ങൾ മാറുന്നു, രാഷ്ട്രീയ പ്രവർത്തന ശൈലി മാറുന്നു, അതൊക്കെ വേറെ കാര്യം. എന്റെ ചോദ്യം ഇതാണ്, 2013 നടന്ന ഈ സംഭവത്തിന്മേൽ എന്തുകൊണ്ട് എത്തിക്സ് കമ്മിറ്റി ഇപ്പോഴിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയി? കമ്മിറ്റിയിലെ ഇടതുപക്ഷ അംഗങ്ങൾ പോലും ഇതിനകത്ത് കാലതാമസം വന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? എത്തിക്സ് കമ്മിറ്റി കൂടി അതിനകത്ത് തെളിവെടുപ്പ് നടത്തി ആ ഭാഗം കണ്ടെത്തി PC ജോർജിന്റെ ഭാഗത്ത് ക്ലിയറായി വയലേഷൻ ഉണ്ട്, അതിനിട്ട് ഡിഫേമേഷൻ ഉണ്ട്, അത് എത്തിക്സിന്റെ വിരുദ്ധമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് ഇതൊക്കെ നടന്നത്. ഈ എത്തിക്സ് കമ്മിറ്റി കൂടാനൊക്കെ എത്ര സമയം വേണം? സർക്കാരിന്റെ പ്രതിനിധിയായി സർക്കാരിന്റെ പൊതുപണം ഉപയോഗപ്പെടുത്തിയ PC ജോർജ് ആ കാലത്ത് ചെയ്തതിന് അന്ന് തന്നെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. ഇന്നും ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിലെ ചില നേതാക്കന്മാരൊക്കെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളന്നും പറഞ്ഞു, കേരളത്തിലെ മുഖ്യമന്ത്രി അന്നും പറഞ്ഞു, ശക്തർ സാറെ അന്നും ഞങ്ങൾ പറഞ്ഞു K.R. ഗൗരിയമ്മയെ അന്ന് വിമർശിച്ചത് ശരി, ഇന്ന് തെറ്റാണെന്നുള്ള സമീപനം ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങളുടെ സമീപനം വളരെ ക്ലാരിഫൈഡ് അല്ലേ. അനിയന്ത്രിതമായ ഇത്തരത്തിലുള്ള കയറൂരിയുള്ള പ്രവർത്തനങ്ങൾക്ക് അന്ന് നിങ്ങൾ കോൺഗ്രസ്സുകാർ വലിയ PC ജോർജിന്റെ ഞാൻ ഒരു നിഷ്പക്ഷ പത്രപ്രവർത്തകൻ അല്ല, PC ജോർജിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിമർശിച്ചത് കൊണ്ടാണല്ലോ PC ജോർജിന് ഞങ്ങളെ ഇപ്പൊ വേണ്ട ഇടതുപക്ഷത്തെ ഞങ്ങൾ പിന്തുണയ്ക്കാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ എന്റെ ഇടതുപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടത് ഇദ്ദേഹത്തിനെ ഒരു സഭാകാലത്തേക്ക് സസ്പെൻഡ് ചെയ്യണമെന്നാണ്. സസ്പെൻഡ് അത് ഞാൻ പറഞ്ഞല്ലോ, അത് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല, KPCC മുഖ്യമന്ത്രിയല്ല. അത് എത്തിക്സ് കമ്മിറ്റിയാണ്, സ്പീക്കറാണ്, നിയമസഭയാണ്. അതായത് ഈ നടപടികളെയൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. ഒരു സത്യസന്ധത, ഒരു ആത്മാർത്ഥത ഉണ്ടാകണം. വളരെ വ്യക്തമായി പറയാം. ഒരു കാര്യം ഞാൻ പറയാം, എത്തിക്സ് കമ്മിറ്റിക്ക് ഇതൊക്കെ എത്രയോ നേരത്തെ ഈ വക കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നു. അതൊക്കെ നീട്ടിക്കൊണ്ടുപോയതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇതിലൊരു രാഷ്ട്രീയമില്ല. എത്തിക്സ് കമ്മിറ്റി സമയത്ത് കൂടാൻ പറ്റിയില്ല എന്നുള്ളതാണ് PC ജോർജ് UDF വിട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു നടപടി. അതൊക്കെ അതുകൊണ്ടാണ് ഈ ശ്രീ PC ജോർജിന് ഇപ്പൊ ഇങ്ങനെ പറയേണ്ടി വന്നത്. എന്തായാലും ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഏത് നടപടിയുമാകട്ടെ, അത് എത്തിക്സ് കമ്മിറ്റിയുടെ ആകട്ടെ, പ്രിവിലേജ് കമ്മിറ്റിയുടേതാകട്ടെ, നിയമസഭയുടേതാകട്ടെ, പൊതുപ്രവർത്തകരുടെ ഏത് നടപടിയായാലും രാഷ്ട്രീയമായി ഉണ്ടാകുന്ന നടപടിയാകുമ്പോൾ അതിനകത്ത് ആത്മാർത്ഥതയും സത്യസന്ധതയും പ്രതിഫലിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും അരുത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ മുതിർന്ന മാധ്യമപ്രവർത്തകരായ ശ്രീ SR ശക്തിധരൻ, ശ്രീ P. രാജൻ, KPCC മാധ്യമ വിഭാഗം അംഗം അഡ്വക്കേറ്റ് BRM ഷഫീർ, കേരള കോൺഗ്രസ് സെക്യുലർ നേതാവ് അഡ്വക്കേറ്റ് M. ഭാസ്കരപിള്ള, എല്ലാവർക്കും നന്ദി.